ഓക്കെ അല്ലേ? കാണുന്നില്ലേ? ഓക്കെ. ചാറ്റ് ബോട്ടിൽ എല്ലാവരും അഗെയിൻ ഒന്നും കൂടി ഗുഡ് മോർണിംഗ് പറയണേ, ചാറ്റ് ബോക്സ് എടുത്താണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. ഇന്ന് വീണ്ടും ഒരു നല്ല ദിവസം നമുക്ക് വീണ്ടും ഒത്തുകൂടാൻ പറ്റിയതിലുള്ള നന്ദി നമുക്ക് സ്വയം പ്രകാശിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ തുടങ്ങാം. ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട്. നമ്മുടെ ഇന്നത്തെ സെഷൻ സന്തോഷത്തെ കുറിച്ചാണ്. നമ്മള് ഇതിലെ തുടക്കത്തിലൊക്കെ പറയുന്ന പോലെ സന്തോഷം ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ട്, ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും ആവശ്യം സന്തോഷമായിരിക്കും. പക്ഷെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ വേണ്ട പോലെ ആവശ്യമുള്ള സന്തോഷം പലപ്പോഴും നമുക്ക് കിട്ടാറില്ല. സന്തോഷം എന്തുകൊണ്ട് കിട്ടുന്നില്ല, സന്തോഷം എൻ്റെ ലൈഫിൽ ഹാപ്പിനെസ് വരുന്നില്ല എന്ന് പറയുമ്പോൾ പലപ്പോഴും അതിൻ്റെ കാരണം ചില തെറ്റിദ്ധാരണകളാണ്. സന്തോഷം ഞാൻ ഡീറ്റെയിൽഡ് ആക്കി പറഞ്ഞു തരാം. ഓക്കെ സെലിൻ, അഗൈൻ ഗുഡ് മോർണിംഗ്. സന്തോഷം, ഹാപ്പിനെസ്. ഹാപ്പിനെസ് ആ ഒരു ഫീലിംഗ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. സന്തോഷം ഉണ്ടാവുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ള. ഓക്കെ, നമുക്ക് കുറച്ച് എനർജി വരും അല്ലേ? സന്തോഷം ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് എനർജി വരും, സങ്കടം ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് എനർജി കുറയും അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലത് ഫീൽ ചെയ്യുക? നമ്മളൊന്ന് ഓർത്തെടുക്കുമ്പം നമ്മുടെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ആ ചിന്ത വരിക. സന്തോഷം എന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചിന്തയാണ് വരുന്നത്? ഓരോരുത്തർക്കും ഓരോ ചിന്തയായിരിക്കും. ചിലപ്പോൾ ചില മൊമെന്റ് ആയിരിക്കും, നമ്മൾ അത് ആ സമയത്ത് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ അപ്പോൾ വെറുതെ നമ്മൾ ഇരിക്കുന്ന ചിന്തകളായിരിക്കും. എന്ത് തന്നെ ആയിരുന്നാലും ഇന്ന് നമ്മൾ റൂമിയുടെ 3 കോഡ്സ് ആണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷനിൽ ഞാൻ പറയുന്നത്. 3 കോഡ്സ്. അതിൽ എങ്ങനെയാണ് നമ്മൾ സന്തോഷം കണ്ടെത്തേണ്ടത്? എപ്പോഴും സ്ഥിരമായിട്ടുള്ള ഒരു സന്തോഷം. ചില സമയത്ത് ഭയങ്കര എനർജി, ചില സമയത്ത് ഒന്നുമില്ല, ഭയങ്കര ഡിപ്രഷൻ. അങ്ങനത്തെ അല്ല, അത് ആക്ച്വലി സന്തോഷമല്ല. സന്തോഷം എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യം വന്നാലും എന്ത് സന്ദർഭം വന്നാലും ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും ആരും കൂടെ നിന്നില്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് സമാധാനിച്ച് സ്വയം സന്തോഷിക്കാനുള്ള ഒരു കഴിവ്. അതാണ് ശരിക്കും റിയൽ ഹാപ്പിനെസ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ സന്തോഷത്തെ കണ്ടീഷൻ ചെയ്ത് വെച്ചു എന്ന് ഞാൻ പറയാം. സന്തോഷം അതുമായിട്ട് ലിങ്ക് ചെയ്ത് കണക്റ്റ് ആക്കി വെച്ചു. ചില സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചാൽ മാത്രമല്ല നമുക്ക് സന്തോഷിക്കാൻ പറ്റുക. അത് ശരിക്കുള്ള സന്തോഷമല്ല. അതിന് നമ്മൾ പറയാ പെയിൻ ആൻഡ് പ്ലഷർ സർക്കിൾ എന്ന് പറയാം. പെയിൻ ആൻഡ് പ്ലഷർ സർക്കിൾ. കൊതി, പേടി. നമ്മളെ കൊതിപ്പിക്കലും പേടിപ്പിക്കലുമാണ് ലൈഫിന്റെ സൈക്കോളജിയിൽ. അങ്ങനെയാണ് നമ്മൾ സംഭവിക്കുക. ചില കാര്യങ്ങളെ നമ്മളെ ഒരുപാട് കൊതിപ്പിക്കും, സംഭവിച്ചിരുന്നെങ്കിൽ എന്നുള്ളത്. ചില സംഭവങ്ങൾ നമ്മളെ പേടിപ്പിക്കും. അത്തരത്തിലുള്ള പുറത്തുള്ള സംഭവങ്ങളാണ് നമ്മുടെ സന്തോഷത്തെയും സമാധാനത്തെയും സ്വൈര്യ ജീവിതത്തെയും കൂടുതലായിട്ട് സ്വാധീനിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ മനസ്സിന്റെ കടിഞ്ഞാൻ നമ്മുടെ കയ്യിലല്ല, അത് പുറത്തെവിടെയോ ആണ് കറങ്ങി നടക്കുന്നത്. ബാക്കിയുള്ളവരാണ് തീരുമാനിക്കുന്നത്. അവര് ചിരിച്ചാൽ മാത്രമേ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നുള്ളെങ്കിൽ, അവരുടെ പെരുമാറ്റം അനുസരിച്ചാണ് നമ്മുടെ സന്തോഷം തീരുമാനിക്കപ്പെടുന്നെങ്കിൽ പിന്നെ നമുക്കിതിൽ കൺട്രോൾ ഒന്നുമില്ലല്ലോ. ബാക്കിയുള്ളവരല്ലേ തീരുമാനിക്കുന്നത്, സമൂഹമല്ലേ തീരുമാനിക്കുന്നത് നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണോ സമാധാനത്തോടെ ഇരിക്കണോ, അതോ നമ്മുടെ മൂഡ് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന, എനിക്ക് എൻ്റെ സന്തോഷം എപ്പോൾ വേണമെന്ന് തീരുമാനിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക. അതാണ് ദ റിയൽ ഹാപ്പിനെസ്, ശരിക്കുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? ബാക്കിയുള്ള എന്ത് സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിച്ചു അതിനെ ആസ്പദമാക്കിയിട്ടാണ് നിങ്ങൾ സന്തോഷിക്കുന്നതെങ്കിൽ, അതിനെ ഓർത്തിട്ടാണ്, അതിനെ ചിന്തിച്ചിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന സംഭവങ്ങളെ ആലോചിച്ച് മനസ്സിൽ സന്തോഷിക്കുന്നുവെങ്കിൽ അതിന് നമ്മൾ സന്തോഷം ഉണ്ടാക്കുക, കൾട്ടിവേറ്റ് ചെയ്യുക എന്നാണ് പറയാം. റിയൽ സന്തോഷമല്ല, ശരിക്കുള്ള ഹാപ്പിനെസ് അല്ല അത്. ശരിക്കുള്ള ഹാപ്പിനെസ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് തന്നെ, ഇൻട്രിൻസിക് എന്ന് പറയും, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരണം, വേറെ ആരെങ്കിലും കൊടുക്കുന്നതല്ല. എൻ്റെ ബ്രദർ എന്നോട് അങ്ങനെ പെരുമാറി, ഹസ്ബൻഡ് ഇങ്ങനെ പെരുമാറി, അതല്ലെങ്കിൽ കുട്ടികള്
ബാഡായിട്ട് പെരുമാറി, അവർ ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, ഞാൻ ഒരുപാട് അവർക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്, അവരെന്നെ ശ്രദ്ധിക്കുന്നില്ല, ഇങ്ങനെ ആലോചിച്ചാണ് നിങ്ങൾ സങ്കടപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ശരിക്കുള്ള ഹാപ്പിനെസ്, സന്തോഷം അനുഭവിച്ചിട്ടില്ല, അതിനു വേണ്ടി ശ്രമിച്ചിട്ടില്ല. ഓക്കെ. ഫസ്റ്റ് റൂമിയുടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇതാണ്, ഇറ്റ് ഈസ് ലവ് ദാറ്റ് ഗിവ്സ് യു ഹാപ്പിനെസ് ആൻഡ് ജോയ്. ശരിക്കും ലവ് എന്ന് പറഞ്ഞാൽ പ്രണയം, മലയാളത്തിൽ പ്രണയം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ സാധാരണ വിചാരിക്കുന്ന പ്രണയമല്ല. നിങ്ങളിപ്പോ ഈ EFT ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ആളുകളോട് നിങ്ങൾക്ക് ഇപ്പൊ എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചാൽ ചിലരൊന്നും മിണ്ടില്ല, ഇങ്ങനെ ബ്ലിങ്ക് അടിച്ച് ഇങ്ങനെ നിൽക്കും. കാരണം അവരുടെ സങ്കടത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്കിപ്പോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഒരുപാട് നന്നായിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്താലും അവയർനെസ് അകത്തേക്ക് കൊടുത്താലും കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് ചോദിച്ചാൽ ഒന്നും പറയാനുണ്ടാവില്ല, ഫീൽ ചെയ്യില്ല. ആ ഒരു ഇറിറ്റേഷൻ ഫീലിങ്സ് അങ്ങനെ നിങ്ങളുടെ മനസ്സിലെ ഇത്തരത്തിലുള്ള ഇമോഷണൽ ഫീലിങ്സ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാടുള്ള സങ്കടങ്ങള്, വിഷമങ്ങള്, അകത്തേക്ക് കയറ്റി വെച്ച വിഷമങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിന്റെ അകത്തുള്ള അവസ്ഥയാണ്. അതിനെയാണ്, അതിപ്പോ സൂഫി പോയറ്റുകളായിരുന്നാലും ഇന്ത്യൻ ഫിലോസഫിയിലെ ഒരുപാട് സന്യാസിമാരായിരുന്നാലും അവരൊക്കെ വിശദീകരിച്ച് വെച്ചത് ഈ ഒരു വേർഡിൽ കൊണ്ടുപോയി വെച്ചൊക്കെയാണ്, പ്രണയം, ലവ് എന്നുള്ള. നമുക്ക് നമ്മുടെ ലൈഫിൽ അറ്റൈൻ ചെയ്യാനുള്ള ഒരു വലിയ നമ്മുടെ മനസ്സിന്റെ അകത്തുള്ള ഒരു തിരിവെളിച്ചം എന്ന് പറയും. യഥാർത്ഥത്തിലുള്ള സന്തോഷം, മനസ്സിന്റെ അകത്തുള്ള തിരിവെളിച്ചം, അതിനെ ആണ് ഈ ലവ് എന്നുള്ള വാക്കുകൾ അവർ ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ സന്തോഷത്തിൽ നിന്നും, ഈ യഥാർത്ഥ പ്രണയത്തിൽ നിന്നുമാണ് നമ്മളെ പ്രണയിക്കുന്ന നമ്മുടെ മനസ്സിന്റെ അകത്തുള്ള യഥാർത്ഥ പ്രണയം. അത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിന്റെ അകത്തുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ ഒക്കെ മനസ്സിലുണ്ട്. പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യങ്ങള്, നമ്മൾ പഠിച്ച ഒരുപാട് വിശ്വാസങ്ങള്, അന്ധവിശ്വാസങ്ങള്, കള്ളങ്ങള്, നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കള്ളങ്ങൾ, നമ്മളോട് തന്നെ പ്രവർത്തിച്ച ഒരുപാട് അക്രമങ്ങൾ, അല്ലെ? പലപ്പോഴും അധിക ആളുകളും നമ്മളെ തന്നെ സ്നേഹിക്കാറില്ല. ബാക്കിയുള്ളവരെയൊക്കെ സ്നേഹിക്കും, അവർക്കൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കും. സ്വന്തം കാര്യം വരുമ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ ഒരുപാട് വിശ്വാസങ്ങള്, അന്ധവിശ്വാസങ്ങള്, തെറ്റായ വിശ്വാസങ്ങള് നമ്മുടെ മനസ്സിനകത്തേക്ക് കയറും. അങ്ങനെ ഈ തിരിവെളിച്ചം, യഥാർത്ഥ നമ്മുടെ മനസ്സിനകത്തുള്ള കണല് മൂടിപ്പോവും, അത് പുറത്തേക്ക് കാണില്ല. ഈ യഥാർത്ഥമായിട്ടുള്ള കണലിൽ നിന്നും, വെളിച്ചത്തിൽ നിന്നുമാണ് നമുക്ക് സന്തോഷം കിട്ടേണ്ടത്. അത് നിങ്ങൾ കണ്ടീഷൻ ചെയ്ത് വെച്ചാൽ, ഇന്ന സംഭവം സംഭവിച്ചാൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചേനെ, എനിക്കൊരു വീട്, ഇപ്പൊ വാടക വീട്ടിലാണ് താമസിക്കുന്നത്, സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷിച്ചേനെ, മക്കള് ഇതേപോലെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ, അവരെന്നോട് നന്നായിട്ട് പെരുമാറിയിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചേനെ. ഇങ്ങനെ ഒരുപാട് കണ്ടീഷൻ ചെയ്ത് വെച്ചത് സന്തോഷമല്ല. ഞാൻ വീണ്ടും പറയുന്നു, അത് യഥാർത്ഥ സന്തോഷമല്ല. അത് ഞാൻ ഈ പറഞ്ഞ പോലെ പെയിൻ പ്ലഷർ ആണ്, സന്തോഷവും കൊതിപ്പിക്കലുമാണ്. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ, ഈ യഥാർത്ഥമായിട്ടുള്ള സത്യം നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം യാന്ത്രികമായിരിക്കും. പുറത്ത് ബാക്കിയുള്ള മനുഷ്യരല്ലാത്ത ബാക്കി ജീവജാലങ്ങൾ ജീവിക്കുന്നത് പോലെ നമ്മുടെ ജീവിതവും യാന്ത്രികമായിട്ട് പോകും. ഈ യഥാർത്ഥമായിട്ടുള്ള സംഭവം നമ്മുടെ മനസ്സിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള സന്തോഷം അനുഭവിക്കാൻ പറ്റുള്ളൂ. അതിനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ ആണ്. സ്ഥിരം മെഡിറ്റേഷൻ ചെയ്യാം. അതുവഴി നമുക്ക് നമ്മുടെ മനസ്സിനെ പഠിക്കാൻ സാധിക്കും, മനസ്സിനെ കൂടുതൽ അറിയാൻ സാധിക്കും, മനസ്സിന്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും അധികം ആൾക്കാർ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ചെല്ലുമ്പോൾ നേരെ ആരുടെയെങ്കിലും അടുത്തേക്ക്, ഓക്കെ പ്രശ്നമില്ല, നിങ്ങൾക്ക് ഫ്രണ്ട്സിനോട് പറയാം, തെറാപ്പിസ്റ്റിനോട് പറയാം, ഡോക്ടേഴ്സിനോട് പറയാം, ഒക്കെ പറയാം. പക്ഷെ ഇതിലൊക്കെ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ പ്രശ്നങ്ങള്, എൻ്റെ പ്രശ്നം, നമ്മുടെ പ്രശ്നങ്ങൾ, ആരുടെ പ്രശ്നമായിരുന്നാലും വേറെ ഒരാൾക്കും അത് മനസ്സിലാവില്ല.
പറഞ്ഞ് എത്ര പറഞ്ഞാലും ഒക്കെ മനസ്സിലായി, എനിക്കത് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയല്ലാതെ ഒരാളുടെ പ്രശ്നം വേറെ ഒരാൾക്കും മനസ്സിലാവില്ല. അയാളുടെ ഷൂസും അയാളുടെ ഷർട്ടും ഇട്ട് നിൽക്കാൻ അയാളെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ, അല്ലേ? നമ്മുടെ പ്രശ്നം നമ്മുടെ മാത്രം പ്രശ്നമാണ്. അത് വേറെ ഒരാൾക്കും പറഞ്ഞെടുത്താൽ ചില ശതമാനമൊക്കെ മനസ്സിലാവും, കുറച്ചൊക്കെ ഓക്കെ, ആ ഓക്കെ അങ്ങനെയാണ് എൻ്റെ പ്രശ്നം അല്ലേ, ഓക്കെ എന്ന് പറയല്ലാതെ കംപ്ലീറ്റ്ലി ഒരാളുടെ പ്രശ്നം വേറെ ആർക്കും മനസ്സിലാവില്ല. കാരണം നമ്മുടെ ഫിംഗർ പ്രിന്റ് മുതൽ നമ്മുടെ ശരീരം മനസ്സും ഓരോരുത്തരുടെയും വ്യത്യസ്തമാണ്. ഇരട്ട സഹോദരങ്ങളുടെ പോലും മനസ്സ് വ്യത്യസ്തമായിരിക്കും, ശരീരത്തിൽ കുറെ സാമ്യതകൾ ഉണ്ടായാലും പോലും. അപ്പോ നമുക്ക് താൽക്കാലികമായിട്ട് സന്തോഷം കിട്ടാൻ ആ ഒരു ഭാരം തൽക്കാലം ഇറക്കി വെക്കാൻ ഫ്രണ്ട്സിനോട് പറയാം, തെറാപ്പിസ്റ്റിനോട് പറയാം, ഒക്കെ ചെയ്യാം. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് പൂർണ്ണമായിട്ടും മാറ്റണമെങ്കിൽ, കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് സന്തോഷം കിട്ടണമെങ്കിൽ, സ്ഥിരമായിട്ടുള്ള സമാധാനം വേണമെങ്കിൽ, ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് നമ്മൾ തന്നെ ഹീല് ചെയ്ത് ഇത് മാറ്റണം. ഇടക്കാരുടെ സഹായം തേടാം. മനുഷ്യൻ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങൾക്ക് തെറാപ്പിസ്റ്റിന്റെയോ ഡോക്ടേഴ്സിന്റെയോ ഒക്കെ സഹായം തേടാം. പക്ഷെ പൂർണ്ണമായിട്ടും മാറ്റണമെങ്കിൽ ആവശ്യം സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഓക്കെ, നമുക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാം. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? വി ക്യാൻ സ്റ്റാർട്ട് ഇറ്റ്. ഓക്കെ, ഇഫ് യു ആർ റെഡി കമന്റ് ആർ, ജസ്റ്റ് കമന്റ് ആർ എടുത്ത് കമന്റ് ചെയ്യൂ. പരമാവധി ആൾക്കാർ വീഡിയോ ഓൺ ആക്കി ഇരിക്കാൻ ശ്രദ്ധിക്കൂ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു യൂട്യൂബ് വീഡിയോ കണ്ടുപോകുന്ന ഫീലിംഗ് ഇതിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ നദീറ റെഡി? എല്ലാവരും ഇതിലുള്ള എല്ലാവരും കമന്റ് ചെയ്യൂ. ജസ്റ്റ് കമന്റ് റെഡി. ഓക്കെ, നമ്മുടെ മനസ്സ് ഭയങ്കര വലിയൊരു സംഭവമാണ്, അല്ലെ? ശരീരത്തെയും മൊത്തം നിയന്ത്രിക്കുന്നത് നമ്മുടെ മനസ്സാണ്. പലപ്പോഴും അസുഖങ്ങൾക്ക് പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ പുറത്ത് പെയിന്റ് അടിക്കാന്ന് പറയും, പുറത്ത് മരുന്ന് കുടിക്കുന്നു ഒക്കെ ചെയ്യുന്നു. യഥാർത്ഥമായിട്ടുള്ള നമ്മുടെ ഉള്ളിലെ പ്രശ്നങ്ങളെ നമ്മൾ പരിഗണിക്കുന്ന പോലുമില്ല. അതൊരു പ്രശ്നമാണെന്ന് അറിയില്ല, അറിവില്ലായ്മയാണ് ഇത് പലപ്പോഴും സംഭവിക്കുന്നത്. ഇതാണ് എൻ്റെ പ്രശ്നം എന്ന് അറിയില്ല. ചിലപ്പോൾ ചിലർ വയറിന് ഭയങ്കര അസ്വസ്ഥതയാണ്, എന്ത് കഴിച്ചാലും ഗ്യാസാണ്, ബുദ്ധിമുട്ടാണ്, ശരിയാവുന്നില്ല. മരുന്നുകളൊക്കെ കുറെ കുടിച്ചു, കുറെ ടൈപ്പ് മരുന്നുകളുണ്ട്, ഗ്യാസിന്റെ മരുന്നുകളുണ്ട്, ഓമിപ്രസോൾ, പാൻഡപ്രസോൾ എന്നൊക്കെ പറഞ്ഞ കുറെ മരുന്നുകൾ ഡെയിലി ഒന്നും രണ്ടൊക്കെ കുടിക്കുന്നു, മാറുന്നില്ല. തൽക്കാലമൊക്കെ അപ്പത്തെ ഒരു ആശ്വാസം കിട്ടും, അത് കഴിഞ്ഞാൽ വീണ്ടും വരുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ യഥാർത്ഥ കാരണം നിങ്ങളുടെ ടെൻഷനാണ്, നിങ്ങളുടെ ഉത്കണ്ഠയാണ്, നിങ്ങളുടെ വയറിലെ ആമാശയത്തിൽ അൾസർ ഉണ്ടാക്കുന്നതും നിങ്ങളുടെ ദഹന പ്രക്രിയയെ ബാധിക്കുന്നതും. അതിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഓക്കെ, കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളെ കാമായിട്ട് ക്വയറ്റായിട്ട് ഇരിക്കുക. ജസ്റ്റ് ഫീൽ റിലാക്സ്ഡ്. ഓക്കെ, റിലാക്സേഷൻ അത് പുറത്തേന്ന് വരേണ്ടതല്ല, നമ്മുടെ അകത്തു നിന്നുള്ളതാണ്. അത് ജസ്റ്റ് നിങ്ങൾ ഫീൽ ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റ് ഓഫ് ആൾ ബ്രത്ത് വർക്ക്. നമ്മൾ പറയാറുള്ള സ്ഥിരം ആയിട്ടുള്ള നമ്മുടെ ബ്രത്ത് വർക്ക്. സ്മോൾ ബ്രത്ത് എടുക്കുക, ഡീപ്പ് മാക്സിമം ബ്രത്ത് എടുക്കുക, ഹോൾഡ് 1 or 2 seconds, എന്നിട്ട് പതുക്കെ ശ്വാസം പുറത്തേക്ക് വായിലൂടെ ഊതി വിടുക. ഓക്കെ, again do that small breath, deep maximum breath എടുക്കുക, എന്നിട്ട് പതുക്കെ ശ്വാസം പുറത്തേക്ക് വായിലൂടെ ഊതി വിടുക. ഇത് ചെയ്യുമ്പം തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റം, നമ്മുടെ ന്യൂറോണൽ സിസ്റ്റം, നാഡീ വ്യൂഹം മലയാളത്തിൽ പറഞ്ഞാല് ഇത് ഒന്ന് കാമാവും, ക്വയറ്റാവും. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് പിടിച്ചാൽ കിട്ടൂല, പലപ്പോഴും മനസ്സ് ഓടിക്കളിക്കും. ചെറിയ കുട്ടികള് മുറ്റത്ത് നമ്മളൊന്ന് പുറത്ത് നിർത്തിയാൽ ഓടിക്കളിക്കുന്ന പോലെ മനസ്സ് ഓടിക്കളിക്കും. വീണ്ടും ചെയ്യാം ബ്രത്ത് വർക്ക്. സ്മാൾ ബ്രത്ത്, ഡീപ്പ് മാക്സിമം ബ്രത്ത്, ഹോൾഡ് 1, 2, പുറത്തേക്ക് വായിലൂടെ ശ്വാസം ഊതി വിടുക. ഇനി നിങ്ങളുടെ ശരീരം കൂടുതലായിട്ട് റിലാക്സ് ചെയ്യുന്നതായിട്ട്
നിങ്ങൾ സങ്കല്പിക്കുക, വീണ്ടും ഇമാജിൻ ചെയ്യുക. നിങ്ങളുടെ കാലുകള്, നിങ്ങളുടെ തൊടഭാഗം, വയറുകള്, ശ്വാസകോശം, നെഞ്ച്, കൈകള്, നമ്മുടെ ബ്രെയിന്, തലച്ചോറ് എല്ലാം കാം റിലാക്സേഷൻ ഫീലിംഗിലേക്ക് വരുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. ജസ്റ്റ് ഇമാജിൻ ഇറ്റ് എഗെയിൻ. സങ്കല്പിക്കുക, വീണ്ടും നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കുക. ഓക്കെ, ജസ്റ്റ് ടേക്ക് സ്മാൾ ബ്രെത്ത്, ഡീപ്പ് മാക്സിമം ബ്രെത്ത്. ഹോൾഡ് എ സെക്കൻഡ്. പുറത്തേക്ക് ശ്വാസം വായിലൂടെ ഊതി വിടുക. ഓക്കെ, യു ആർ ഡൂയിങ് ഗുഡ്. നെക്സ്റ്റ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സങ്കല്പിക്കുക, നിങ്ങളിപ്പോൾ റിലാക്സ്ഡ് ആണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ, എന്ത് പ്രശ്നമായിരുന്നാലും അത് കുറഞ്ഞിരിക്കുന്നതായിട്ട്, അതിൻ്റെ സൊല്യൂഷൻസ്, ഉത്തരം എൻ്റെ അകത്ത് നിന്ന് തന്നെ എനിക്ക് കിട്ടുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യും. സങ്കല്പിക്കുക, മനസ്സിൽ വീണ്ടും ഇമാജിൻ ചെയ്യുക. നിങ്ങൾ വീണ്ടും ഇമാജിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ കുറയുന്നതായിട്ട് ഇമാജിൻ ചെയ്യുമ്പോൾ, പതുക്കെ പതുക്കെ മാറിപ്പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യുമ്പോൾ, സങ്കല്പിക്കുമ്പോൾ നമ്മുടെ തലയിൽ കൂടുതലായിട്ട് ഡൊപാമൈൻ റിലീസ് ചെയ്യുകയും നിങ്ങൾക്ക് അതിലേക്കുള്ള ആ ഒരു വൈബ്രേഷൻസിലേക്ക്, ഹയർ എനർജി വൈബ്രേഷൻസിലേക്ക്, നിങ്ങൾക്ക് ലൈഫിൽ ആവശ്യമുള്ള സംഭവങ്ങൾ കിട്ടുന്ന തരത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ശരീരത്തെ ഇത് എത്തിക്കും. വീണ്ടും നിങ്ങളുടെ മനസ്സിൽ അത് സങ്കല്പിക്കുക. അല്ലെ, സ്വപ്നം കാണുന്നവർക്കാണ് ഈ ഭൂമി എന്നല്ല പറയാ. സ്വപ്നം എത്ര നന്നായി നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുന്നോ അത്ര നന്നായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉയരങ്ങളിലെത്തും, അച്ചീവ് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ റിലാക്സ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ ഈ ഭൂമിയിൽ നിന്നും ആവശ്യം, ഈ ഭൂമിയുടെ വലിയ സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്താണ് നിങ്ങൾ. അവിടെ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരുന്നതായിട്ട്, നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട്, നിങ്ങളത് അച്ചീവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക, സങ്കല്പിക്കുക. ജസ്റ്റ് ടേക്ക് സ്മാൾ ബ്രെത്ത്, ഡീപ്പ് മാക്സിമം ബ്രെത്ത്. ഹോൾഡ് എ സെക്കൻഡ്. പുറത്തേക്ക് ശ്വാസം വായിലൂടെ ഊതി വിടുക. ഓക്കെ, നൗ അഗൈൻ ഫീൽ ദ റിലാക്സേഷൻ. നിങ്ങൾ ആ മനസ്സിൽ വീണ്ടും സങ്കല്പിക്കുക, നിങ്ങളുടെ സംഭവങ്ങൾ, പ്രശ്നങ്ങൾ മാറുന്നതായിട്ട്, റിലാക്സ് ചെയ്യുന്നതായിട്ട് വീണ്ടും സങ്കല്പിക്കുക. നമ്മൾ എല്ലാ ദിവസവും രാവിലെയും ഇത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ സങ്കല്പിക്കണം. ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങളുടെ പ്രശ്നങ്ങൾ കുറയുന്നതായിട്ട്. അത് എങ്ങനെയെന്നല്ല, അത് കുറയുന്നു. അതിലൊരു ഡൗട്ടിന്റെ ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മനസ്സിന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവിച്ചിരിക്കും. കാരണം ഡോപാമൈൻ ആവശ്യത്തിലധികം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വൈബ്രേഷൻസ് കൂടും. നമുക്ക് ആ കാര്യങ്ങൾ അറ്റൈൻ ചെയ്യാനുള്ള എന്ത് തന്നെയായിരുന്നാലും സാധ്യത അവിടെ തുറക്കപ്പെടുകയാണ്, വാതിലുകൾ അവിടെ തുറക്കപ്പെടുകയാണ്. ഓക്കെ, now take a small breath, deep maximum breath. Hold a second. വായിലൂടെ ശ്വാസം പുറത്തേക്ക്, മാക്സിമം ശ്വാസം പുറത്തേക്ക് ഊതിവിടുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ പുറത്തേക്ക് ഊതി ഒഴിവാക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. അകത്തേക്ക് പോയതിൻ്റെ ഡബിൾ ശ്വാസം പുറത്തേക്ക് വരാനുണ്ടാവും. കാരണം അകത്ത് കുറെ ആൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. ശ്വാസകോശത്തിൽ മാക്സിമം പുറത്തേക്ക് ഇടുക. എഗെയിൻ ഡീപ്പായിട്ട് വലിക്കുക. ഹോൾഡ് 1 or 2 സെക്കൻഡ്. എന്നിട്ട് ശ്വാസം, മാക്സിമം ശ്വാസം പുറത്തേക്ക് ഊതി ഒഴിവാക്കുക. അത് ചെയ്യുമ്പോൾ നിങ്ങൾ വീണ്ടും റിലാക്സ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ റിലാക്സ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഈ ഘട്ടങ്ങളിൽ രൂപീകരിച്ചു കൊണ്ടിരിക്കും. ഓക്കെ, മാക്സിമം വലിക്കുക. 1 or 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് മാക്സിമം പുറത്തേക്ക് ഒഴിവാക്കുക. ഓക്കെ, നൗ യു ആർ റിലാക്സ്ഡ്.
ഇനി കൈകളെടുത്ത് 2 കൈകളെടുത്ത് റബ്ബ് ചെയ്യുക. ഫീൽ ദാറ്റ് എനർജി. നിങ്ങളുടെ കൈകളിൽ ആ എനർജി ഫീൽ ചെയ്യുക. ഓക്കെ, ജസ്റ്റ് റബ്ബ് യുവർ ഹാൻഡ്സ്. കൈകൾ വീണ്ടും റബ്ബ് ചെയ്യുക. ആ ഒരു ഹീറ്റ് വേവ് എനർജി വരുന്നത് വരെ നിങ്ങൾ റബ്ബ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് കൈകൾ മുഖത്ത്, നിങ്ങളുടെ ശരീരത്ത് വെക്കുക. ഓക്കെ, ഡു ഇറ്റ്. ഓക്കെ, എല്ലാവരും വീഡിയോ ഓൺ ആക്കിയിരിക്കൂ. അപ്പോഴേ നിങ്ങൾക്ക്, എനിക്കും ഒരു എനർജി കൂടുതലായിട്ട് വരുള്ളൂ അല്ലേ. അല്ലെങ്കിൽ ഞാനിവിടെ ഇങ്ങനെ ക്യാമറ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, ജസ്റ്റ് ക്യാമറ നോക്കി ഇങ്ങനെ പറയല്ലേ. ഓക്കെ, താങ്ക് യു ആൾ. അപ്പൊ ഞാന് ഫസ്റ്റ് ഇതിന് മുന്നേ പറഞ്ഞത് എന്താണ്, നമ്മളെ സ്വയം നമ്മുടെ ഉള്ളിൽ നിന്നും കണ്ടെത്തണം. സന്തോഷം, സമാധാനം, സങ്കടം, ഇത്രയും കാലം നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ കാരണങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ഞാൻ എന്തുകൊണ്ട് സന്തോഷിക്കുന്നില്ല, ഞാൻ എന്തുകൊണ്ട് സങ്കടപ്പെടുന്നു, എന്തുകൊണ്ട് എനിക്ക് ദേഷ്യം കൂടുതൽ വരുന്നു, എന്തുകൊണ്ട് എനിക്ക് ഡിപ്രഷൻ വരുന്നു? പുറത്തുള്ള സാഹചര്യങ്ങളാണ്, ബാക്കിയുള്ള ഘടകങ്ങളാണ്, എൻ്റെ ലൈഫിൽ ഇങ്ങനെയാണ് സംഭവിച്ചത്. ഇങ്ങനെ ഒരുപാട്, ഒരു ലിസ്റ്റ് ഓഫ് കാരണങ്ങൾ നമുക്കുണ്ടാവും. ഇതിന് പകരമായിട്ട്, ഇതിന് ബദലായിട്ട്, മറുമരുന്നായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിലാണ്. അതിനെ കണ്ടെത്തിയാണ് മാറ്റേണ്ടതുള്ളത്. അതാണ് ഫസ്റ്റ് പറഞ്ഞ റൂമിയുടെ കോട്ട്, ഇറ്റ്സ് ലവ്. അതാണ് നമുക്ക് ഹാപ്പിനെസ്സും ജോയും, സന്തോഷവും ആഹ്ലാദവും. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ സന്തോഷം. ജോയ് എന്ന് പറഞ്ഞാൽ ചില ഘട്ടങ്ങളിൽ നമ്മൾ ഇങ്ങോട്ട് എനർജി ഹൈ വോൾട്ടേജിൽ എത്തൂലേ, ഭയങ്കര എനർജി വരുന്നു, ഭയങ്കര ഹാപ്പിനെസ്, ആ സംഭവങ്ങൾ. ഇതിനൊക്കെയുള്ള കാരണങ്ങള് പുറത്തുള്ള ഘടകങ്ങളായി നിങ്ങൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ ലൈഫ് നിങ്ങളുടെ കൺട്രോളിലാവില്ല. ലൈഫ് പുറത്തുള്ള ഘടകങ്ങളെ ആശ്രയിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഏത് സംഭവങ്ങൾ വന്നാലും, ഏത് ഘടകങ്ങൾ വന്നാലും ഞാൻ സന്തോഷവാനായിരിക്കും എന്നുള്ള തീരുമാനമാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത്. നിലവിലിപ്പോ നമ്മുടെ ഉപബോധ മനസ്സിന് ഇതൊന്നും അറിയില്ല, നമ്മൾ ചിന്തിക്കുന്നേ ഉള്ളൂ. ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും കുറച്ച്, ഇപ്പൊ പലരും യൂട്യൂബിലൊക്കെ നമ്മൾ കമന്റ് കാണാറുള്ളത്, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പം രാവിലെ ക്ലാസ് കേൾക്കുമ്പോൾ ഒക്കെ ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ള പവർ വരും, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇതൊക്കെ പോകുന്നു, പഴയ അവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ളത്. നിങ്ങൾ ഒന്നെങ്കിൽ വീണ്ടും ക്ലാസ് കാണണം, അല്ലെങ്കിൽ വീണ്ടും മെഡിറ്റേഷൻ ചെയ്യണം. കാരണം നമ്മുടെ മനസ്സിൽ ഓരോ മിനിറ്റിലും 30,000-ഓളം 60,000-ഓളം ഒക്കെ ചിന്തകൾ കയറി ഇറങ്ങി പോകുന്നുണ്ട്. വീട്ടില് നമ്മൾ 2-3 ആൾക്കാർ കയറി ഇറങ്ങി ഞെരങ്ങുമ്പോക്കും നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിലൊരിക്കൽ വീട് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുന്നില്ലേ? അപ്പൊ ഇത്രയധികം ചിന്തകൾ കയറി ഇറങ്ങി പോകുന്ന മനസ്സിനെ നമ്മൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ അവസ്ഥ എന്തായിരിക്കും? അവിടെ നിന്നും ദുർഗന്ധം വരാൻ തുടങ്ങും, അവിടെ വേസ്റ്റ് നിറയാൻ തുടങ്ങും, പ്രശ്നങ്ങൾ കൂടും. ഇറ്റ്സ് സിമ്പിൾ ലോജിക്. ഓക്കെ, ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞ? രണ്ടാമത്തേതായിട്ടുള്ളത്, whenever you stand, be soul of that place. റൂമിയുടെ നെക്സ്റ്റ് കോട്ടാണ്. നിങ്ങൾ എവിടെ നിന്നാലും നിങ്ങളുടെ മനസ്സ് അവിടെ ആവണം. പലപ്പോഴും നമ്മളെ ചെല്ലുന്നു, നമ്മുടെ ഈ മൊമെന്റിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കാറില്ല. ഒന്നെങ്കിൽ പഴയ കാലത്തെ ഓർമ്മകൾ, ആ ഘട്ടങ്ങളിൽ നമുക്ക് സംഭവിച്ചു പോയ സംഭവങ്ങൾ, അത് ഓർത്തുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഫ്യൂച്ചർ നടക്കാൻ പോകുന്ന, എൻ്റെ ലൈഫിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇത് രണ്ടിലും ഒരു അർത്ഥവുമില്ല. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടും മെമ്മറീസ് മാത്രമാണ്. നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾക്കപ്പുറം യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഈ മൊമെന്റ് ആണ്, ഈ നിമിഷമാണ്. ഈ നിമിഷത്തിന്റെ ആനന്ദത്തിൽ, ആഹ്ലാദത്തിൽ, സന്തോഷത്തിൽ ജീവിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ്. അന്ന് ഒറ്റയടിക്ക് കയറിയുന്ന സാധനങ്ങളല്ല കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ അകത്തു നിന്നുള്ള തിരിവെളിച്ചം കണ്ടെത്തി കത്തിക്കാനും, രണ്ടാമത്തത് ഈ മൊമെന്റിൽ ഇപ്പൊ തന്നെ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റയടിക്ക് നമ്മളെ കൊണ്ട് സാധിക്കുന്ന സംഭവമല്ല. നമ്മൾ വീണ്ടും വീണ്ടും മനസ്സിന് പ്രാക്ടീസ് ചെയ്യണം. തെറ്റായിട്ടുള്ള വിശ്വാസങ്ങൾ നമ്മുടെ മനസ്സിന്റെ അകത്തുണ്ടെങ്കിൽ അത് ഓരോന്നായിട്ട് പറിച്ചു കളയണം. വീണ്ടും വീണ്ടും മനസ്സിന് ട്രെയിൻ ചെയ്യണം. സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഉള്ളില്
ഇതൊന്നും നടക്കില്ല, ഇതൊക്കെ ഇങ്ങനെ വെറുതെ ഇരുന്ന് പറയുന്നു, കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുന്നു, അത് കഴിഞ്ഞാൽ ഇതൊക്കെ കഥയാണ് എന്ന് പറയുന്ന നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉള്ളിലുണ്ട്. കാരണം ഇന്നലെ വരെ നമ്മൾ അതാണ് സ്റ്റോർ ചെയ്തത്. ഒരുപാട് അസുഖങ്ങൾ, നമ്മൾ മാറാത്ത അസുഖങ്ങൾ, നോൺ ക്യൂറബിൾ ഡിസീസ് എന്ന് പറഞ്ഞാണ്ട് ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മള് ഇതിനെ കുറിച്ചുള്ള യൂട്യൂബ് വീഡിയോസ്, ഇതിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ വീണ്ടും വരുമ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പറയും, ഒരുപാട് ആൾക്കാർക്ക് ഇത് മാറിയിട്ടില്ല, ഈ പ്രശ്നമൊക്കെ വന്ന് പിന്നെ ഇവരൊക്കെ എങ്ങനെയാണ് ദുരിതത്തിൽ പോയേക്കാണ്, സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം ആരുടെ തന്നെ മാറിയിട്ടുണ്ടോ? ഇതേപോലെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് തെറ്റായ വിശ്വാസങ്ങൾ നമ്മളിലേക്ക്, തെറ്റായിട്ടുള്ള എനർജി, നെഗറ്റീവ് എനർജി വീണ്ടും തന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതിനെ മറികടക്കണം. അത് ഒറ്റയടിക്ക് മറികടക്കില്ല. നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉള്ളതെങ്കിൽ അതിന് സമയമെടുക്കും. ഒരു ദിവസമോ ഒരാഴ്ചയോ ചിലർക്ക് ഒരു മാസം ചെയ്താലും പൂർണ്ണമായിട്ടും ഈ നെഗറ്റിവിറ്റി മനസ്സിൽ നിന്നും പോവില്ല. നമ്മുടെ മനസ്സിനെ മൊത്തം മൂടിക്കിടക്കുന്ന, കാർമേഘങ്ങൾ പോലെ മൂടിക്കിടക്കുന്ന ഈ നെഗറ്റിവിറ്റി മാറ്റിയെടുത്ത് കളയാൻ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കണം. ഓരോ നിമിഷത്തിലും നമ്മൾ ഈ നിമിഷത്തിലാണോ ജീവിക്കുന്നത്, ഞാൻ ഇന്നലകളിലാണോ ഇപ്പോഴും ജീവിക്കുന്നത്, അതോ വരാനിരിക്കുന്ന സംഭവങ്ങൾ ആലോചിച്ചാണോ ജീവിക്കുന്നത് എന്നുള്ളത് മനസ്സിനെ നിങ്ങൾ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കണം. എങ്കിലേ മനസ്സ് അവിടെ നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ചെറിയ കുട്ടികളെ നമ്മൾ നോക്കിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും, നാണയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വായിലെടുത്തിടും, അല്ലേ? നമ്മൾ അവരെ കെയർ ചെയ്തില്ലെങ്കിൽ അതേപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. നമ്മൾ ആവശ്യത്തിന് കെയർ കൊടുത്തില്ലെങ്കിൽ അത് ഓടിക്കളിച്ചു കൊണ്ടേയിരിക്കും, പല സ്ഥലത്ത് പോവും, നമ്മൾക്ക് കൺട്രോൾ കിട്ടില്ല. ഇത് ഏതെങ്കിലും രാവിലെ കുറച്ച് സമയം മാത്രം ആലോചിക്കാനുള്ളതല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാവണം. നിങ്ങളുടെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഇതിനനുസരിച്ച് മാറി വരണം. പ്രവർത്തനങ്ങൾക്കനുസരിച്ച് മനസ്സ് മാറല്ല കേട്ടോ. ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കാന്ന് പറയും. അങ്ങനെ സംഭവിച്ചാല് ഞാൻ പറഞ്ഞ പോലെ മനസ്സ് നമ്മുടെ കയ്യിലല്ല. ബാക്കിയുള്ള ജീവജാലങ്ങളിൽ നിന്നും നമുക്കൊരു വ്യത്യാസവുമില്ല. ബാക്കിയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ സന്തോഷിക്കാൻ നിൽക്കുന്നതെങ്കിൽ നമുക്കൊപ്പിച്ച് നമ്മുടെ സാഹചര്യങ്ങൾ മാറി വരും. നമുക്ക് അതിനുള്ള ഒരു വിൽ പവർ, അതിനുള്ള യഥാർത്ഥമായിട്ടുള്ള സന്തോഷം നമ്മുടെ അകത്ത് കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് റൂമിയുടെ പോയിന്റ് ഉള്ളതെന്ന് പറഞ്ഞാല്, നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കുന്ന ഒരു കോട്ടായിരിക്കും, യെസ്റ്റർഡേ ഐ വാസ് ക്ലവർ. ഇന്നലെ ഞാൻ ഭയങ്കര ബുദ്ധിയുള്ള ആളായിരുന്നു. ഐ വാണ്ട് ടു ചേഞ്ച് ദ വേൾഡ്. എനിക്ക് ഈ ലോകത്തെ മാറ്റണമായിരുന്നു. ലോകത്തെ കംപ്ലീറ്റ് ഉടച്ചു വാർക്കണം. ഈ സിസ്റ്റം ഒന്നും ശരിയില്ല, ഗവൺമെന്റ് ശരിയില്ല, സർക്കാരുകളൊക്കെ മൊത്തം അഴിമതിയാണ്, മൊത്തം സാഹചര്യമാണ്, ആരും ശരിയില്ല, എല്ലാം മാറ്റിയെടുക്കണം എന്നുള്ള ചിന്തയായിരുന്നു എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ടുഡേ, ഇന്ന് ഐ ആം വൈസ്. വൈസ് എന്ന് വെച്ചാൽ കുറച്ച് നമ്മുടെ യഥാർത്ഥത്തിലുള്ള വയസ്സ്, അറിവല്ല, ശരിക്കും നമ്മളെ ഒരു വിസ്ഡം എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, ഐ ആം ചേഞ്ചിങ് മൈസെൽഫ്. ഇന്ന് എനിക്ക് ശരിക്കുള്ള വിസ്ഡം കിട്ടിക്കഴിഞ്ഞു, ഞാൻ സ്വയം മാറുകയാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പുറത്തുള്ള സാഹചര്യങ്ങളാണ് പ്രശ്നം, അവരാണ് പ്രശ്നം എന്നുള്ളത്. യഥാർത്ഥത്തിൽ അത് മനുഷ്യനുള്ള ഒരു സ്വഭാവമാണ് കേട്ടോ, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ. അത് ആരുടെയും സ്വഭാവ വൈകല്യമല്ല, നമ്മുടെ സ്വഭാവ വൈകല്യമല്ല, ശരിക്കും നമ്മുടെ അകത്തുള്ള ഒരു സ്വഭാവമാണത്, അകത്തുള്ളതാണ്. ബാക്കിയുള്ളവരുടെ തെറ്റുകൾ പെട്ടെന്ന് ചൂണ്ടി നമ്മുടെ മനസ്സിൽ വരും. ചിലപ്പോൾ നമ്മളത് പറയില്ല, ഓക്കെ എന്ന് വിചാരിക്കും, പക്ഷെ ബാക്കിയുള്ളവരുടെ തെറ്റുകൾ, അവരുടെ കുറ്റങ്ങള് പെട്ടെന്ന് നമ്മളെ മനസ്സിന്റെ ആ പാറ്റേൺ കണ്ടെത്തും. അങ്ങനത്തെ തെറ്റ് അവരിൽ ഉണ്ടല്ലോ എന്നുള്ളത് പെട്ടെന്ന് നമ്മൾ കണ്ടെത്തും. ഇല്ല, നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടില്ലേ? സാധ്യമല്ല ഞാൻ മാറണം. ഒക്കെ മാറും, എല്ലാവരെ കൊണ്ടും മാറാൻ സാധിക്കും. തീർച്ചയായിട്ടും മാറാത്തതായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല. നിങ്ങളെ പിടിച്ചു വലിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാവും, അതൊക്കെ മുറിച്ചു കൊടുത്താല് എല്ലാവർക്കും മാറാൻ സാധിക്കും.
അത്രയും വലിയ പൊട്ടൻഷ്യൽ മനുഷ്യന്റെ അകത്തുണ്ട്. മനുഷ്യനിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞാൽ ഈ യഥാർത്ഥമായിട്ടുള്ള വെളിച്ചം, പൊട്ടൻഷ്യൽ കണ്ടെത്താൻ പറ്റാതെ, ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാതെ എന്തിനോ വേണ്ടി ജീവിക്കുന്നു. ബാക്കിയുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒഴുക്കിനൊപ്പം ഒഴുകി പോകുന്ന അവസ്ഥയിലാണ്. ഒഴുക്കിനൊപ്പം ഒഴുകി പോകുമ്പോ എന്താ സംഭവിക്കുക? നമുക്ക് നദിയിൽ നിന്നും ഏതെങ്കിലുമൊക്കെ കല്ലിൽ ചെന്ന് ഇടിക്കാം. നമ്മളെ കയ്യിലല്ല കൺട്രോള്. നമ്മൾ ആ കല്ലിന്ന് മുട്ടാതിരിക്കാൻ മാറി സഞ്ചരിച്ചാൽ ചിലപ്പം വലിയ വെള്ളച്ചാട്ടത്തിലേക്കായിരിക്കും നമ്മൾ എത്തുക. എന്ത് തന്നെയായിരുന്നാലും നമ്മുടെ കയ്യിലല്ല നമ്മുടെ ലൈഫിന്റെ കൺട്രോൾ എങ്കിൽ ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലാവില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ ലാസ്റ്റ് പോയിന്റ് ഞാൻ ഒന്നുകൂടി പറയാം. യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞാല് അസുഖങ്ങളായിരുന്നാലും എന്ത് തന്നെ ആയിരുന്നാലും യഥാർത്ഥ പ്രശ്നം നമ്മളിപ്പോ കഴിക്കുന്ന ഭക്ഷണങ്ങളോ നമ്മളെ സാഹചര്യങ്ങളോ നമ്മുടെ പുറത്തുള്ള ആളുകളോ ഒന്നുമല്ല. നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന തെറ്റായ വിശ്വാസങ്ങളും ചിന്തകളും ഇതിനകത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ? ഞാൻ ഒരു ഷോർട്ടിൽ പറഞ്ഞിരുന്നതിന് മുമ്പും പറഞ്ഞൊരു സംഭവമാണ്. നമ്മുടെ മുറ്റത്ത് കൊണ്ടുപോയി ആരെങ്കിലും വേസ്റ്റ് തള്ളിയാല് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന്, അല്ലെ? ഇപ്പൊ ആളുകൾ പ്ലാസ്റ്റിക്കിൽ വേസ്റ്റ് ആക്കി, ഫുഡ് വേസ്റ്റ് ഒക്കെ അങ്ങ് ഒറ്റ എയറാണ്. യാതൊരു പരിസ്ഥിതിയെ കുറിച്ച് യാതൊരു ചിന്ത, ഭൂമിയെ, നമ്മൾ ജീവിക്കുന്ന ഭൂമിയില് ജീവിക്കുന്നു എന്നുള്ളതിനുള്ള നമുക്ക് അതിനുള്ള ഒരു ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം, അതിന്റെ നന്ദി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അത്രയും വലിയ കാര്യമാണ്, പുണ്യമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം ഇതിനു പോലും ഭാഗ്യം ലഭിക്കാതെ ജനിച്ചപ്പോൾ തന്നെ, ജനിക്കുന്നതിന് മുമ്പ് തന്നെ മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട് നമുക്കിടയിൽ. ഇതിലേറെ ദുരിതം അനുഭവിക്കുന്ന നമ്മൾ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം നമ്മൾ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് മാലിന്യങ്ങൾ എറിഞ്ഞാല് നമ്മൾ എങ്ങനെ പ്രതികരിക്കും? നമ്മൾ ഒച്ചപ്പാടുണ്ടാക്കില്ലേ? ആ ഗ്രാമം മൊത്തം നമ്മൾ ചിലപ്പോ പ്രശ്നം ഉണ്ടാക്കും, അല്ലേ? അയൽവാസികളെ മൊത്തം കൂട്ടി നമ്മൾ കച്ചറ ഉണ്ടാക്കും. അതേ സമയം നമ്മുടെ മനസ്സിൽ വരുന്നവരും പോകുന്നവരും ഒക്കെ മാലിന്യങ്ങൾ ഇട്ടിട്ട്, കുശുമ്പിട്ടിട്ട്, അതേപോലെ തന്നെ പകയും വിദ്വേഷവും വേണ്ടാത്ത വികാരങ്ങളൊക്കെ തള്ളിത്തന്ന് പോയിട്ട് നമുക്ക് പ്രതികരിക്കാൻ സാധിക്കുന്നില്ല പലപ്പോഴും. നമ്മൾ അതിനനുസരിച്ച് തുള്ളിക്കൊണ്ടിരിക്കുകയാണ്, അതിനനുസരിച്ച് ഓടിക്കളിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നങ്ങളെ മാറ്റാൻ വേണ്ടി നമ്മൾ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്, നമ്മുടെ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്, വേറെ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുകയാണ്. ഇതിന് നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നമ്മുടെ പ്രശ്നങ്ങള്, നമ്മുടെ അകത്താണ് പ്രശ്നം, വേറെ എവിടെയല്ല പ്രശ്നം. നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ചില പ്രശ്നങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതുണ്ടാവും, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും, പലതും ഉണ്ടാവും. ആദ്യം മാറ്റത്തിന്റെ തുടക്കം തുടങ്ങേണ്ടത് നമ്മുടെ ഉള്ളിലാണ്. അതാണ് റൂമിയുടെ മൂന്നാമത്തെ കോട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? മനസ്സിനൊരു ഹാപ്പിനെസ് വരും. ഓക്കെ, ഹാപ്പിനെസ്, സ്ഥിരമായിട്ടുള്ള സന്തോഷം, എന്തെങ്കിലും കാര്യം ചെയ്യുമ്പം നമുക്കുണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് അല്ല, നമ്മുടെ മനസ്സിനകത്തുള്ള യഥാർത്ഥ സന്തോഷം. ഈ സംഭവങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ, ഈ നെഗറ്റിവിറ്റികൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കും. പിന്നെ നിങ്ങൾ ചോദിക്കില്ല ഇത് എങ്ങനെ ചെയ്യണം, ലൈഫിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം, സമ്പത്ത് ഉണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഒരു വാതിൽ അടയുമ്പോൾ 9 വാതിലുകൾ തുറക്കപ്പെടും എന്നാണ് പറയാ, അല്ലെ? അങ്ങനെയാണ്. പക്ഷെ നമ്മളത് കാണാത്തത്, നമ്മൾ ആ അടഞ്ഞ വാതിലിന്റെ അടഞ്ഞതിനെ കുറിച്ചുള്ള സങ്കടവും നിരാശയും നെഗറ്റീവ് ചിന്തകളിലും ഇരിക്കുന്നത് കൊണ്ടാണ്. ഇതിൽ നമ്മൾ മാറ്റം വരുത്താൻ തയ്യാറാണെങ്കിൽ നമ്മുടെ മാനസിക പ്രശ്നങ്ങള്, ശാരീരികപരമായിട്ടും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് തന്നെ സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ദിസ് ഓൾ ഫോർ ടുഡേ. ഓക്കെ, ആർക്കും എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ എല്ലാവരും അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നദീറ, യെസ്, താങ്ക് യു ആൾ. ഇപ്പൊ നല്ല ഞാൻ പറഞ്ഞത് ഉപകാരമുള്ള നല്ല അറിവ് പകർന്നു തന്നതിന് നന്ദി പറയാം. ഓക്കെ, താങ്ക് യു.
സത്യാണ്, അടിപൊളി സെക്ഷനാണ്. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. മനസ്സെങ്ങനെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെന്നുള്ളതിനെ പറ്റി ഇങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എപ്പോഴും ടെൻഷൻ അഡിക്റ്റ് ആയിരുന്നു. അപ്പൊ ഒത്തിരി സാറിന്റെ ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മനുഷ്യർ പൊതുവേ ടെൻഷൻ ടെൻഷൻ എന്നുള്ള വേർഡ് എപ്പോഴും പറയുന്നു. അപ്പൊ ആ വേർഡെ നമ്മുടെ നിഘണ്ടുവിൽ നിന്ന് മായ്ച്ചു കളയേണ്ട കാലം അതിക്രമിച്ചു എന്ന് വേണം പറയാൻ. സാർ ഓക്കെ, ഒത്തിരി താങ്ക്സ് കേട്ടോ. ഒത്തിരി മാറ്റങ്ങൾ വരാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ. താങ്ക് യു സാർ. ഇനിയും നിങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇതൊക്കെ പൂർണ്ണമായിട്ട് തന്നെ മാറിപ്പോവും. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ നിർത്താം. രമേശ്, ദിസ് ഈസ് ദ ഫസ്റ്റ് സെഷൻ അറ്റൻഡ്. ഓക്കെ രമേശ്, സ്ഥിരം സെഷനുകൾ അറ്റൻഡ് ചെയ്യുക. അപ്പോളെ സ്ഥിരം ഇത് കേട്ടാലേ നമുക്ക്, ഞാൻ പറഞ്ഞല്ലേ, മനസ്സ് വീണ്ടും വരും. സബ് കോൺഷ്യസ് മൈൻഡിന്റെ അകത്ത് ഇതൊക്കെ സ്റ്റോക്ക് ഉണ്ട്. നെഗറ്റീവ് ചിന്തകള് നമ്മൾ മാറി എന്ന് വിചാരിച്ചാൽ വീണ്ടും ഇങ്ങനെ വരും, പൊന്തി പൊന്തി വരും. അപ്പൊ നമ്മൾ വീണ്ടും കൊടുത്തുകൊണ്ടേയിരിക്കണം. അത് ഡീപ്പർ ലെവലിൽ നിന്നും പോവണം. ഓക്കെ, അൺമ്യൂട്ട്, എല്ലാവരും അൺമ്യൂട്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഓക്കെ, നദീറ പറയൂ. സാറിന്റെ ക്ലാസ് കേൾക്കാൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് ടെൻഷന് എന്ന് കേൾക്കുമ്പോ തന്നെ എന്തോ ഒരു ഇടങ്ങേറാണ്. ഇത് നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ അല്ലേ എന്നുള്ള ഒരു ചിന്ത വരും. അപ്പൊ അതങ്ങനെ അങ്ങോട്ട് മാറിപ്പോകും. അപ്പൊ ഒരു കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ വരും, ഹാപ്പിനെസ്സും വരുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേടിയോ എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയും കാര്യങ്ങളായിരുന്നു. ഇപ്പൊ എല്ലാം നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായി വരുമ്പോ അത് മാറ്റിക്കൊണ്ടുവരാനും പറ്റുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് സർ. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് സർ. ഓക്കെ, പറയൂലത്. ഈ ക്ലാസ് തുടങ്ങിയതിന് ശേഷം നല്ല ചെറിയ മാറ്റമുണ്ട്. ഞാൻ നല്ല വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അതിൽ നിന്നൊക്കെ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ഇനിയും എനിക്ക് മാറ്റം വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. വരും ഞാൻ വരും. നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. വീണ്ടും മനസ്സിലേക്ക് ഒരുപാട് കൊടുത്തുകൊണ്ടേ. സങ്കടങ്ങളാണ് മനസ്സ് നിറച്ചുള്ളത്. കാരണം എൻ്റെ ജീവിതം അങ്ങനെയാണ്. അതുകൊണ്ടാണ് കാരണം കണ്ടെത്തിയത് ഞാൻ എന്തോ ഒരു ദൈവാധീനം ഞാൻ കാണുന്നു. ഓക്കെ, ഇനിയും മാറ്റങ്ങൾ വരും. നിങ്ങൾ എന്നും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. പിന്നെ മോർണിംഗ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല കേട്ടോ, മെഡിറ്റേഷൻ, സങ്കടങ്ങൾ വരുമ്പം ഒക്കെ മനസ്സിൽ വീണ്ടും കൊടുത്തുകൊണ്ടേയിരിക്കുക. ചിലപ്പോൾ ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ ആദ്യത്തിൽ ചെറിയ പോലെ ആയിരിക്കും പോവുക, അല്ലേ? നമ്മളൊരു പുതിയ ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ തുടക്കത്തിൽ നമ്മൾ വളരെ മന്ദഗതിയിലല്ലേ എന്ത് പുതിയ ഹാബിറ്റ് തുടങ്ങിയാലും. പിന്നെ ആയിരിക്കും അതിന്റെ യഥാർത്ഥ പീക്കിലേക്ക് നമ്മൾ എത്താം. അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഇത് കൊടുത്തുകൊണ്ടേയിരിക്കും. ഓക്കെ, താങ്ക് യു സർ.